പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 30 വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, ജീവിതത്തിൻ്റെ വ്യത്യസ്ത വിളികളിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വീടില്ലാത്തവരുണ്ട് ഈശോയെ. അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുണ്ട് ഈശോയെ. ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്ത സ്ത്രീകളുണ്ട് ഈശോയെ. അന്യനാടുകളിലും വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും മക്കൾക്ക് അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളിയെ കിട്ടാതെ വിഷമിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആശ്രയിക്കും. ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ.
10 പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഓർത്തുകൊണ്ട് വെണ്ണീറായി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. കർത്താവേ, അവർ ഈ ജോലി നഷ്ടപ്പെട്ട എനിക്ക് വേറൊരു ജോലി തരണമേ കർത്താവേ എന്ന് വിചാരിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. ജോലി ഇല്ലാതെ വിഷമിക്കുന്നുണ്ട് ഈശോയെ. രോഗങ്ങൾ മാറാതെ, സമാധാനം ഇല്ലാതെ, ഉറക്കമില്ലാതെ പോകുന്നുണ്ട് ഈശോയെ. കടകമ്പോളങ്ങളും കന്നുകാലികളെയും വളർത്തി ജീവിക്കുന്ന കുഞ്ഞു വരുമാനക്കാരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ആശീർവദിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ പഠനം, മക്കളുടെ ഉദ്യമങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരും അപ്പന്മാരും അവിടെ പ്രാർത്ഥനകൾ കർത്താവ് ഏറ്റെടുക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ആശീർവദിക്കുകയും ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു, എവിടെയെല്ലാം പോകുന്നു, അവിടെല്ലാം സംസാരിക്കുന്നു, എല്ലാ നിയോഗങ്ങളും കർത്താവ് നിറവേറ്റട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലസമയത്തൊക്കെ ഓർത്ത് നമുക്ക് വളരെ താമസിച്ചാണല്ലോ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമൊക്കെ കിട്ടിയെന്ന്. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ഭയങ്കര ദൈവം അലോട്ട് ചെയ്യേണ്ടത് ഭയങ്കര പിശുക്കായിട്ടാണ്, ഭയങ്കര സപ്ലൈ ഷോർട്ടാണ്. അങ്ങനെ എനിക്ക് മനസ്സിലായത്. അപ്പം നിങ്ങളവർക്ക് അച്ഛൻ്റെ കയ്യിരിപ്പ് കൊണ്ടായിരിക്കുമെന്ന്. അതല്ല എൻ്റെ അർത്ഥം. നമ്മൾ ദൈവത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ വ്യാവഹാരിക സാധാരണ ജീവിതമില്ലേ, അതിൻ്റെയും കുന്നായ്മകളും അതിൻ്റെ ഒരു തടസ്സങ്ങളും തട്ടുകേടുകളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ മനസ്സിലാക്കി വളരെ ഒരു ഗ്രീൻ ചാനലിലൂടെ ജീവിതം കൊണ്ടുപോകണമെങ്കിലും പരിശുദ്ധാത്മ മസ്റ്റാണ്. നിങ്ങളൊക്കെ പല കാര്യങ്ങളത് കൊണ്ടുപോകുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ അത് പരിശുദ്ധാത്മാവാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ബൂസ്റ്റിങ്ങിന് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങളൊന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യണില്ല. ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവിന് വേണ്ടി എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ ചില സമയത്തൊക്കെ ഒറ്റയ്ക്കൊക്കെ എല്ലാം നിർത്തി, എഴുത്താണെങ്കിൽ എഴുത്ത്, വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണമൊക്കെ നിർത്തിയിട്ട് വെറുതെ ഇരുന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എന്നാലും ഞാൻ പിതാവിനോട് പറയും, പിതാവേ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിറയ്ക്കണമേ. അപ്പോൾ എനിക്ക് കർത്താവ് തന്ന ഒരു സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം പള്ളിയിൽ പറഞ്ഞു, നീ വചനം വായിച്ചാൽ മതി എന്ന് പറയും. നിനക്ക് ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും ഈസി ആയിട്ട് പരിശുദ്ധാത്മാവിനെ അറിയാവുള്ളത്. ഇപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ അറിയാവുള്ളത് പ്രാർത്ഥനയെക്കാളും നമ്മൾക്ക് ഏറ്റവും ഈസി എന്താണെന്ന് അറിയാമോ? ഈ നിങ്ങൾ ഉടമ്പടിയിൽ എല്ലാ ദിവസവും അരമണിക്കൂർ വചനം വായിക്കലേ, അത് ഉടമ്പടിയുടെ ഒരു ആചാരം പോലെ വായിച്ചു വിടരുത്. അത് പരിശുദ്ധാത്മ നിറയാൻ വേണ്ടിയാണ് വായിക്കേണ്ടത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ടു ഫാൻ ഇൻ ടു ഫ്ലെയിംസ് എന്ന് പറഞ്ഞില്ലേ വായിച്ചത്? 2 തിമോത്തിയോസ് 1:6. 2 തിമോത്തി 1:6 ഒരു വചനമുണ്ടേ. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവ് ചെയ്ത ചില കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കടത്തിവിട്ട് നമ്മുടെ മനസ്സിനെ റീഫോർമാറ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവ് ചില കാര്യം എന്താണ്? പൗൽ പത്രോസ് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ദൈവവചനം വ്യക്തിപരമായ വ്യാഖ്യാനത്തിനുള്ളതല്ല, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായ വചനം എടുത്തേ. 2 പത്രോസ് 1:20-21. 2 പത്രോസ് 1:20-21 വായിച്ചേ. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ. വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. ഇപ്പൊ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചതാണ്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രോഡക്റ്റാണ് ഈ വചനം എന്ന് പറയണത്. ഇനി നമ്മൾ ഈ 2 പത്രോസ് 1:20 നമ്മളിനി 2 തിമോത്തി 1:6 ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, എൻ്റെ കയ്യൊപ്പിലൂടെ നിങ്ങൾക്ക് ഊതിക്കത്തി ദൈവിക വരം കയ്യൊപ്പിൽ ലഭിച്ച ദൈവിക വരം ഊതിക്കത്തിവേ. എങ്ങനെ നമ്മൾ ഊതിക്കത്തിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും നല്ല മാർഗം പരിശുദ്ധാത്മാവ് തന്നെ എഴുതിയ വചനം നമ്മൾ ആത്മാവിൽ വായിക്കുന്ന അനുസരിച്ചുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവ് ഊതിക്കത്തിക്കപ്പെടും. കഴിഞ്ഞ ദിവസങ്ങളിൽ 5 ഏഞ്ചൽ താര എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു.
സാക്ഷ്യം പറഞ്ഞ കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ എൻ്റെ കണ്ണും നിറഞ്ഞു പോകുന്നു. എന്താ കാര്യം? കണ്ണീരിൻ്റെ വരവെന്നും പറഞ്ഞൊരു വചനമുണ്ട്. രോഗശാന്തി വരം പോലൊരു വരവാണത്, കണ്ണീരിൻ്റെ വരം. കർത്താവ് ഇടയ്ക്കിടയ്ക്ക്, ഇപ്പോൾ ബൈബിളിലെ ഏറ്റവും ചെറിയ വചനമുണ്ടല്ലോ, ദെൻ ജീസസ് വെപ്റ്റ്, അപ്പോൾ കർത്താവ് അവൻ കരഞ്ഞു എന്ന് പറയും. അത് എന്താ കരഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ആ ദൈവസ്നേഹം, അതായത് തൻ്റെ യാത്രയുടെ അവസാന മണിക്കൂറാണ്. എന്നിട്ട് ജെറുസലേം തന്നെ അറിയണില്ല, ഇനി തനിക്ക് ഈ രൂപത്തിൽ വരാൻ പറ്റത്തില്ല. ജെറുസലേം, ജെറുസലേം, എത്ര കാലം നിന്നെ പിടക്കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിലാക്കുന്ന പോലെ ഞാൻ എൻ്റെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിച്ചു. പക്ഷെ നീ തിരിച്ചറിഞ്ഞില്ലല്ലോ സന്ദർശനത്തിൻ്റെ സമയം. കണ്ണ് നിറഞ്ഞുപോയി. അതാണ് കണ്ണീരിൻ്റെ വരവെന്ന് പറയുന്നത്. ലാസറിൻ്റെ മുമ്പ് നിൽക്കുമ്പോഴും കർത്താവിൻ്റെ കണ്ണ് തുളുമ്പുന്നുണ്ട്. ഇതുപോലെ ഏഞ്ചൽ താര പറഞ്ഞു, കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ എന്നെ കണ്ണ് തുളുമ്പിപ്പോയെന്ന്. ദൈവസ്നേഹം നിറയുമ്പോഴാണ് കണ്ണ് തുളുമ്പുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അപ്പം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് അല്പം കുറവാണെന്ന് അതിൻ്റെ പവർഫുൾ അല്ലെന്ന് തോന്നിയാൽ ഏറ്റവും എളുപ്പമാർഗ്ഗമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പാട്ടുപാടുകയല്ല. കർത്താവ് പരിശുദ്ധാത്മാവ് എഴുതിയ വചനം എടുത്ത് ഭക്തിപൂർവ്വം കുറേ നേരം വായിക്കണം. അതാണ് ഉടമ്പടിയിൽ വചന വായന പൊരുൾ. പ്രശ്നമാണ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.